കാന്താരി അതെ പാഴ്സൽ വരുമ്പോഴേ അച്ഛമ്മേരെ കൊടുക്കുന്നതിന് മുന്നേ ചെറിയമ്മേരെ കൈ തരൂലേ? നോക്കട്ടെ, അപ്പോഴത്തെ മൂട് പോലെ ഇരിക്കും. അല്ല, അമ്മ പറയണ അമ്മേരയില് കൊടുക്കാൻ, ചെറിയമ്മ പറയണ ചെറിയമ്മേരെ തരാൻ. പക്ഷെ അച്ഛമ്മോനെ എന്റെ അടുത്ത് സൂക്ഷിച്ചു വെക്കാൻ. പക്ഷെ ഏറ്റവും നല്ലത് ആരെ കയ്യിലിരിക്കുന്നേന്ന് അറിയാമോ? ചെറിയമ്മയുടെ കയ്യിലിരിക്കുന്നേന്ന്. അയ്യടാ, ഞാൻ തരൂല. നിന്റെ കാര്യം എന്നാലും എന്തോന്നായിരിക്കും. മുത്തോണം എന്താണ്? എന്റെ പൊന്നു സുരഭി, നിന്റെ കെട്ടിയവന്റെ അടുത്ത് പറയണം കേട്ടോ, പ്രതീക്ഷ അടുത്ത്. അയ്യോ, ഇന്നും കിടക്കപ്പുറ തന്നിട്ടില്ല. അത് ഒരിടത്ത് ഇരിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാൻ എന്തോന്നു കുപ്പിന്ന് വന്ന പൂതോ? ഒരു പണി കഴിയുമ്പോ അടുത്ത പണി വരും, അടുത്ത പണി കഴിയുമ്പോ അടുത്ത പണി വരും. ഇതെന്തോന്നു സംഭവം? എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ അണ്ണാ, പണി നടക്കില്ലേ കടയില്. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ കാലത്താണെങ്കിലേ നമുക്ക് വിശ്വസിച്ച ഒരാളെ വെക്കാൻ പറ്റൂല. മുത്തുണേ ഉള്ളൂ നമുക്ക്. സത്യം. അല്ല, സംഭവം ഞാൻ നമ്മുടെ വേരവന്റെ കടനെ ഇന്ന് 2 കോഴി സപ്പത്താണ് കഴിച്ചത്. അത്രമാത്രം ക്ഷീണമായി പോയി. സത്യം അമ്മണ, ഞാൻ ഇനി ഒന്ന് നടു ഓർക്കണം കേട്ടോ. കിടന്നോ ഇതായിപ്പോയി. അല്ല, കൊച്ചമ്മ എപ്പോഴും വരും? അമ്മയാ? അമ്മ എപ്പോ വരും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ അമ്മ പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞായിരുന്നേ. അമ്മ ഓൺലൈൻ വഴി എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരും ഇപ്പൊ. അപ്പൊ അത് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞായിരുന്നു. ഓ അതെ, അമ്മ പറഞ്ഞത് പൊട്ടിക്കരുതെന്ന്. ആണല്ലേ? ഈ ചേച്ചി പറയല്ലേ, ലക്ഷ്മി ചേച്ചി പറയുന്നത് പൊട്ടിക്കണോന്ന്. ഭയങ്കര ആക്രാന്തം പൊട്ടിക്കണോന്ന്. അഴുക്ക സംഭവം അല്ലേ? സത്യം. അതെന്തെന്ന് ഭയങ്കര ഒരു ആക്രാന്തം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ലക്ഷ്മി കുഞ്ഞിനാണോ വെപ്രാളം, സുരഭിക്കാണോ വെപ്രാളം? ഇപ്പൊ എനിക്കെല്ലാം കൂടെ പരിവേശം കൊണ്ട് എനിക്കാണോ വെള്ളം കുടിച്ചോളാം വെപ്രാളം? എനിക്ക് വെപ്രാളം ഉണ്ടാ മുത്തുവണ്ണ. എന്ത് മുത്തുവണ്ണ ഇങ്ങനെയൊക്കെ പറയണം? ഈ വീട്ടില് വെപ്രാളം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്ത സുരഭിക്ക് മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുത്തുവണ്ണ ചോദിക്കട്ടെ. പിന്നെ ഈ അമ്മ ഈ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യൂലേ? അമ്മ എന്തൊക്കെ ബുക്ക് ചെയ്യും? ഓയിൽമെന്റ്, മുട്ടിലിടാനുള്ള ഓയിൽമെന്റ്, അതൊക്കെ. പിന്നെ വേറെ അത് ഓയിൽമെന്റ്. വേറെ മുറിവെണ്ണ. പിന്നെ വേറെ തൈലം. നമുക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ബുക്ക് ചെയ്യോ? ഇതുവരെ അങ്ങനെയുള്ള മണ്ടത്തരമൊന്നും കാണിച്ചില്ല. ഇനി മണ്ടത്തരം കാണിക്കുമോ എന്തോ അറിഞ്ഞോളൂ. എനിക്ക് വേണ്ടി എന്തെങ്കിലും? ഒന്നുമില്ല. ലക്ഷ്മി ചേച്ചിക്ക് ഇല്ല. ശരി. ആന്റി വന്നിട്ട് നീ എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തായിരുന്നാ? അയ്യോ, ഞാൻ മറന്നുപോയി. അമ്മക്ക് ചായ എടുക്കട്ടെ? എന്തോന്ന് ലക്ഷ്മി ഇത്? ആന്റി വന്നിട്ട് എത്ര നേരമായി? ചായ കുടിയൊക്കെ നിർത്തി മക്കളെ. ഞാൻ എത്ര കാലമായി നിർത്തിയിട്ട്. എന്നാ കാപ്പിയായിരിക്കും. എനിക്ക് വേണ്ടടാ, അതൊക്കെ നിർത്തിയിട്ട് കാലം എത്രയാന്നറിയാവോ? പിന്നെ നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ മക്കള് പോയി ഒരു ഗ്ലാസ് പാലും ആ കൊച്ചിന് കലക്കാൻ കൊടുത്തിട്ടുണ്ട് പൊടി. കേട്ടല്ല, എന്നാ കലക്കി കൊടു. പാഴ്സൽ വന്നോ? ഞാൻ പോയി വാങ്ങിക്കാം. അത് വാങ്ങിക്കാനല്ലേ ഞാൻ വന്ന ലക്ഷ്മി. നീ അമ്മയ്ക്ക് പാല് കൊടുക്കാം. അമ്മയ്ക്ക് പാല് ചോദിക്കാൻ കണ്ട നേരം. വേണ്ട വേണ്ട, ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ. വേണ്ട തന്നെ ഉറച്ചു നിൽക്കായിരുന്നില്ലേ? പ്രസവപ്പെട്ടിന്റെ കയ്യിൽ പാഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണി കാണാൻ പോലും കിട്ടില്ല. കണക്കായി പോയി. പാലിൽ കുറച്ച് കലക്കി ഒന്ന് കൊടുക്കാൻ. കലക്കി ഞാൻ തരും ഒരു ദിവസം. അയ്യോ അല്ല, ഞാനൊരു അഡ്രസ് ആയിരിക്കും വന്നു. ഡ്രസ്സാ? എന്തോ ഡ്രസ്? ഒരു ശാരംഗധരനെ അറിയോ? എന്ത് ശാരംഗധരനോ? എന്തോ അഡ്രസ് തിരക്കി വന്നേണ്ണ, പാഴ്സലല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.